उठने पाए। കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. प्रभु की उपस्थिति में सवेरे के समय मिलकर आने के लिए प्रभु ने एक और अवसर दिया, इसलिए प्रभु का स्तुति करता हूँ। വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. आशीषित गीतों को गाकर मिलकर प्रभु को स्तुति करने का अवसर परमेश्वर ने दिया, इसलिए प्रभु को धन्यवाद करता हूँ। ആ കുഞ്ഞുങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. उन बच्चों को प्रभु बहुत आयत से आशीष देने पाए, इस विषय के लिए प्रार्थना करता हूँ। ഈ മീറ്റിംഗ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോയ് പാസ്റ്റർ, മറ്റ് കർത്തൃദാസന്മാർ, പി കെ തോമസ് പാസ്റ്റർ, കുടുംബം, മറ്റെല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. इस मीटिंग को अब आमीन संचालन करने वाले जॉय पास्टर और साथ में और भी जो भी प्रभु के दास लोग जुड़े हैं, आए हुए सभी उपस्थित लोगों को एक और बार यीशु मसीह के नाम से हम वंदना देते हैं। കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുപോലെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. और प्रभु हमें सबको एक सवेरे के समय एक साथ आशीषित करने पाए। ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചൊരു വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. परमेश्वर की पवित्र आत्मा ने जो आमीन मेरे हृदय में प्रकाशित किया हुआ एक वचन के भाग को पढ़ने के लिए मैं प्रभु में शरण लेता हूँ। വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 46 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. लूका रचित सुसमाचार 6ठा अध्याय उसके वाक्य 46 മുതൽ 46 से लेकर 50 वचन तक हम पढ़ेंगे। നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം ഇട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീട്ടിനോട് അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്കടിച്ച ഉടനെ അത് വീണു, അതിന്റെ വീഴ്ച വലിയതുമായിരുന്നു. वचन इस प्रकार से लिखा है, जब तुम मेरे कहना नहीं मानते तो क्या मुझे हे प्रभु क्यों मुझे हे प्रभु कहते हो? जो कोई मेरे पास आता है मेरी बातें सुनकर उन्हें मानता है, मैं तुम्हें बताता हूँ कि वह किसके समान है। वह उस मनुष्य के समान है जिसने घर बनाते समय भूमि गहरी खोद कर चट्टान पर नींव डाली, और जब बाढ़ आई तो धारा उस घर पर लगी, परंतु उसे हिला न सकी, क्योंकि वह पक्का बना था। परंतु जो सुनकर नहीं मानता वह उस मनुष्य के समान है जिसने मिट्टी पर बिना नींव का घर बनाया। जब उस घर पर धारा लगी तो वह तुरंत गिर पड़ा, और गिरकर उसका सत्यानाश हो गया। വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവഴുത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और आशीषित इन वचनों को मैं याद करते हुए प्रभु का स्तुति करता हूँ। കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ പറഞ്ഞ വാക്കുകളാണ് നാം ഇവിടെ വായിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. यीशु मसीह ने अपनी सेवकाई के समयों में बोले हुए वचनों को हमने आज यहाँ पढ़कर सुना है। കർത്താവ് പറഞ്ഞ വചനം കേട്ട് ചെയ്യുന്നവനും ചെയ്യാത്തവനും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. प्रभु यीशु मसीह कहने वाली बातों को मानकर आमीन करने वाला और आमीन न करने वाला एक व्यक्ति के बारे में यहाँ पर हमने आज पढ़कर सुना है। കർത്താവേ കർത്താവേ എന്ന് പലരും വിളിക്കുന്നുണ്ടെങ്കിലും കർത്താവ് പറയുന്നത് ചെയ്യാതിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. यहाँ पर यीशु मसीह इस प्रकार से कह रहा है कि अनेक लोग जो हैं हे पिता या हे प्रभु प्रभु कर कर पुकारते हैं, परंतु प्रभु कहने वाली बातों को वो करना पसंद नहीं करते हैं। കർത്താവേ കർത്താവേ എന്ന് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, അവരെല്ലാവരും കർത്താവ് പറയുന്നത് ചെയ്യുന്നില്ല.
और हे प्रभु कर कर बहुत सारे लोग पुकारते हैं, परंतु वे लोग कोई भी जो परमेश्वर जो कह रहा है उन बातों को नहीं करता है। എന്നാൽ കർത്താവ് എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി കർത്താവ് പറയുന്നത് ചെയ്യുന്നു എങ്കിൽ അവനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്നാണ് തിരുവെഴുത്ത് നമ്മളെ ഓർപ്പിക്കുന്നത്. परंतु हे प्रभु कहने वाला एक व्यक्ति यदि प्रभु कहने वाली कोई भी बातों को वो मान कर करने लगता है तो इस संसार के कोई भी ताकत उसे कभी भी गिरा नहीं सकता, ये वचन हमें बताता है। ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ഈ വചനം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വചനം പ്രസംഗിക്കാനുള്ളതല്ല, പ്രബോധിപ്പിക്കാനുള്ളതല്ല, ആ വചനം കേട്ട് അനുസരിക്കാനുള്ളതാണ്. और आज सुबह के समय में परमेश्वर की पवित्र आत्मा हमें ये बात को याद दिलाता है कि यीशु मसीह ने कहा हुआ ये बातों को प्रचार करने के लिए नहीं या प्रबोधन देने के लिए नहीं, परंतु प्रभु यीशु हमसे मांग रखता है कि हम उसकी वचनों का अनुसरण कर कर चलने वाला बने। ഇന്ന് പ്രസംഗിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, പക്ഷേ ആ പ്രസംഗിക്കുന്ന വചനം കേട്ട് അതിൻ പ്രകാരം ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ്. आज जो है प्रचार करने वाले बहुत सारे लोग हैं, परंतु उन प्रचार के अनुसार जीवन जीने वाले बहुत सारे कम लोग पाए जाते हैं। കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 23:1 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുവാനിടയായി. यीशु मसीह जो है मत्ती के सुसमाचार 23वें अध्याय उसके पहले आयत में इस प्रकार से कहने लगा, പ്രസംഗിക്കുന്നവരുടെ പ്രസംഗമൊക്കെ കേട്ട് നിങ്ങൾ അതുപോലെ ചെയ്യണം, പക്ഷെ അവരുടെ പ്രവർത്തികൾ പോലെ ചെയ്യരുത്, കാരണം അവർ പ്രസംഗിക്കുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. और वहां पर इस प्रकार से कहते हैं कि प्रचार करने वाले प्रचारकों की बातों को सुनकर आप बहुत आमीन खुश हो जाएंगे, परंतु आमीन दुख की बात यह है क्योंकि वे लोग जो प्रचार करते हैं लेकिन प्रचार करने के अनुसार वे अपने कार्यों को तो करते नहीं हैं। ഈ നാളുകളിൽ അനേകര് പ്രസംഗികരുണ്ട്, പക്ഷേ അതിനനുസരിച്ച് ചെയ്യുന്നവർ കുറവായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് പറയുന്നത് അനുസരിച്ച് ചെയ്യാനാണ് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आज इन दिनों में इस समयों में बहुत सारे प्रचार करने वाले लोग हैं, परंतु इन प्रचार करने वालों में से अधिकांश लोग जो हैं अपने कार्यों के अपने वचन के अनुसार करते नहीं हैं, परंतु यीशु मसीह हमसे यह आग्रह रखता है कि हम जो आमीन वचन पढ़ते हैं सुनते हैं उसी के अनुसार हम अपने जीवन को आगे बढ़ाएं। യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് അപ്പോസ്തലൻ 1-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, आमीन याकूब की पत्री उसके पहले अध्याय के 23वें आयत से इस प्रकार से आमीन लेखक हमसे बताता है। 22वें अध्याय से എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്യുക കൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. और इधर वचन इस प्रकार से बताता है कि आप वचन केवल सुनते हुए अपने आप को धोखा ना देना है, लेकिन वचन जैसे कहा जाता है उसमें चलने वाला भी हमें बनना है। വചനം കേൾക്കുകയോ വചനം വായിക്കുകയോ വചനം പഠിക്കുകയോ ചെയ്യുന്നവരായിട്ടിരിക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കേൾക്കുന്ന വചനം, പഠിക്കുന്ന വചനം, വായിക്കുന്ന വചനം അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കാനാണ് സ്വർഗം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. स्वर्ग हमसे यह चाहत नहीं रखता कि हम वचन पढ़ने वाले और वचन सुनने वाले और बोलने वाले ही ना बने, परंतु आमीन परमेश्वर इच्छा रखता है कि हम वचन जो सुनते हैं, पढ़ते हैं, बोलते हैं उसी के अनुसार चलने वाला भी हमें बने रहना है। 23-ാം വാക്യത്തിൽ പറയുന്നു, ഒരുത്തൻ വചനം കേൾക്കുന്നവൻ എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. वचन 23 में याकूब की पत्री पहले अध्याय में ये बताता है, क्योंकि जो कोई वचन का सुनने वाला हो और उस पर चलने वाला ना हो
तो वह उस मनुष्य के समान है जो अपने स्वाभाविक मुंह दर्पण में देखता है, इसीलिए कि वह अपने आप को देखकर चला जाता है और तुरंत भूल जाता है कि वह कैसा था। കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ നാം അനുസരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത്. जो वचन हम सुनते हैं और वो वचन को यदि जब हम अनुसरण करते हैं तो तब वचन में कही हुई बातें जो हैं हमारे जीवन में पूरा होता है। കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ഒരു യൗവനക്കാരൻ വന്നിട്ട് കർത്താവിന്റെ വചനം കേട്ടു. यीशु मसीह के पास एक जवान लड़का आकर यीशु की वचनों को सुनने लगा, എന്നാൽ ആ കേട്ട വചനം അവന് അനുസരിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് വചനം പറയുന്നത്. परंतु वचन इस प्रकार से आगे बताता है कि जो वचन उसने यीशु के द्वारा सुना था उस वचन का वो अनुसरण या पालन नहीं कर पाया। അതെ, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. मत्ती के सुसमाचार 19वें अध्याय उसके 22वें पद में ये बात को हम पढ़ पाते हैं। യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പൊയ്ക്കളഞ്ഞു. और वचन इस प्रकार से कह रहा है कि ये जो जवान लड़का जो है बहुत धनी होने के कारण इस वचन को सुनकर वो छोड़कर वहां से चले जाते हैं। അവന് വന്നത് വളരെ ആഗ്രഹത്തോടെയാണ്. അവന് വന്നത് നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ്. और वो जवान जो आया था बड़ी इच्छा के साथ और बड़े भूख के साथ वो आए कि उसे किसी भी प्रकार से अनंतता को प्राप्त करना है। അവൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ നിത്യജീവനെ പ്രാപിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? और यीशु मसीह के पास आकर इस प्रकार से सवाल पूछता है कि मुझे अनंत जीवन प्राप्त करने के लिए मुझे क्या करना चाहिए। കർത്താവ് അവരോട് പറഞ്ഞു, നീ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ മതി, നിനക്ക് നിത്യജീവൻ കിട്ടും. यीशु मसीह ने उससे उत्तर दिया कि तू परमेश्वर की आज्ञाओं का पालन कर तो तुझे अनंत जीवन प्राप्त होगा। അപ്പോ എന്നോട് അവൻ പറഞ്ഞു, ഞാൻ ഈ കൽപ്പനകളൊക്കെ അനുസരിക്കുന്ന ഒരാളാണ്. और उसने इस प्रकार से कहा, यीशु मसीह से उत्तर देता है कि मैं इन सारी आज्ञाओं को पालन करने वाला व्यक्ति हूँ। അപ്പൊ കർത്താവ് അവനോട് പറഞ്ഞു, നീ കൽപ്പനയൊക്കെ അനുസരിക്കുന്നുണ്ട്, ശരിയാണ്, പക്ഷെ ഒരു കുറവ് നിനക്കുണ്ട്. परंतु यीशु मसीह उससे इस बात को बताता है कि तू आज्ञाओं को सब पालन करता है तो वो सब सही बात है, परंतु तेरे अंदर एक कमी है। അവന് ആ യൗവനക്കാരൻ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇനി എന്നിലുള്ള കുറവ്? അതിന്റെ 20-ാം വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയും. और वो जवान लड़का जो है यीशु मसीह से ये बात का सवाल पूछता है कि मैं ये सब कर रहा हूँ परंतु मेरे अंदर और क्या कमी है। उसके 20वें आयत में आप पढ़ेंगे तो आप पढ़ पाएंगे वहां पर। യേശു അവനോട് പറഞ്ഞു, നിന്നിലുള്ള കുറവ് എന്തെന്നറിയാമോ? നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കത്തില്ല. കൊടുക്കാതെയാണ് ഇരിക്കുന്നത്, നീ അത് ചെയ്യണം. और यीशु मसीह उसको यह बात को याद दिलाता है कि तेरे पास जो धन संपत्ति है वो बेचकर तू गरीबों को और कंगालों को दे दे। तू आज तक उसको किया नहीं है लेकिन उसे आपसे करना है। ബാക്കി പറഞ്ഞ വചനമെല്ലാം അവൻ അനുസരിക്കുന്നുണ്ട്, എന്നാൽ ഈ ഒരു വചനം മാത്രം അവൻ അനുസരിക്കാൻ കഴിഞ്ഞില്ല. और वचन कहता है कि बाकी बोले गए आमीन सारी आज्ञाओं को तो ये पालन करता है परंतु कहा हुआ ये बात को वो अनुसरण करने के लिए उसे आमीन दिक्कत होता है। ഈ കാര്യം പറഞ്ഞപ്പോഴാണ് അവന് വളരെ ദുഃഖമുണ്ടായത്. और वचन बताता है कि जब यीशु मसीह ने ये बात को उसको याद दिलाता है तब उसके अंदर बड़े दुख उत्पन्न हुआ। ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇന്നത്തെ പല ദൈവമക്കളും പല ദൈവദാസന്മാരും ഇതുപോലെ ഒരുപാട് സമ്പത്ത് വലിച്ചു വാരി കൂട്ടുന്നുണ്ട്, എന്നാൽ അവർക്ക് ആരെയും സഹായിക്കാൻ കഴിയുന്നില്ല. आज मैं कई बार इस बात को सोचता हूँ कि आज आमीन जो प्रभु के लोग कहलाने वाले विश्वासी हो या पासवान हो अपने पास बहुत सारे धन संपत्ति को इकट्ठा तो करते हैं परंतु वे कईयों को उसके द्वारा सहायता नहीं कर पाते हैं।
അങ്ങനെയുള്ളവർക്ക് ഈ വചനം ഒട്ടും പ്രസംഗിക്കാനും പറ്റത്തില്ല, അവർ പ്രസംഗിക്കത്തുമില്ല. और ऐसे करने वाले लोग इन वचनों को वे प्रचार कर भी नहीं पाते हैं और प्रचार करना पसंद भी नहीं करते हैं। അവൻ അതേ വളരെ സമ്പത്തുള്ളവനാകയാൽ ദുഃഖിച്ച് പൊയ്ക്കളഞ്ഞു എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. वचन आगे बताता है कि वो बहुत धनी होने के कारण बड़े दुख के साथ वो वहां से चला गया। ആ കാര്യം ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ധനവാൻ സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് വളരെ പ്രയാസമാണ്. और ऐसी बातों को बोलकर यीशु मसीह वहां पर आमीन आगे इस प्रकार से बताता है। नीचे की आयतों को पढ़ेंगे तो धनवान जो है स्वर्ग राज्य में प्रवेश करना बहुत बड़ा कठिन विषय लगता है। ഒട്ടകത്തിന് സൂചിക്കുഴലിൽ കൂടെ കടക്കാമെങ്കിൽ മാത്രമേ ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുകയുള്ളൂ. और यीशु मसीह उसके लिए इस प्रकार का एक बात को कहता है कि यदि आमीन जो ऊंट है वो सुई के उस नली में से होकर गुजर पाएगा तो ही एक धनवान जो है स्वर्ग राज्य में प्रवेश कर पाता है। പ്രിയമക്കളെ, നമ്മളോടൊക്കെ നമുക്കൊക്കെ അല്പ നന്മയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാലും പറയും നമ്മൾ ദരിദ്രരാണ്, നമുക്കൊന്നുമില്ല എന്ന് നമ്മൾ പറയും. और आमीन हमसे भी यदि आमीन हमें हमारे पास भी यदि थोड़ा थोड़ा बहुत धन है, संपत्ति है और हमसे यदि कोई पूछेगा तो हम ये बात को बताते हैं कि हम दरिद्र है, हमारे पास तो कुछ है ही नहीं। എനിക്ക് ഒരു കുടുംബത്തെ അറിയാം. ഞാൻ ആ ഭവനത്തിൽ മീറ്റിംഗ് നടത്തുമ്പോൾ ഈ വചനം എടുത്ത് പ്രസംഗിക്കുവാനിടയായി. और मैं एक परिवार को जानता हूँ, वहां पर एक सेवकाई करने के समय में ये वचन लेकर वहां पे प्रचार करने का एक अवसर हुआ। വിദേശത്ത് ആയിരുന്ന ഒരു ദീർഘവർഷങ്ങൾ ഭാര്യയും ഭർത്താവും ജോലി ചെയ്തു. 3 മക്കൾക്ക് ഇപ്പോൾ ജോലിയുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് അവർക്കുണ്ട്. ഈ വചനം പ്രസംഗിച്ചപ്പോ പുള്ളിക്കാരനോട് ചോദിച്ചു, ഇവിടെ ആരാ പാസ്റ്ററെ സമ്പന്നരെന്ന്. और वो भाई और जो उनकी पत्नी है वे अमीन बाहर गांव में बहुत समय से कार्य का काम करते थे, बहुत सारे पैसे उन्होंने इकट्ठे किए। उसके बाद उनके 3 बच्चे हैं, वे भी नौकरी कर रहे हैं। इस वचन को प्रचार करने के बाद वहां के भाई मुझसे इस प्रकार से पूछने लगा कि पास्टर यहाँ पे कौन है इतना धनी जो आप बता रहे हैं। അവരുടെ നോട്ടത്തിൽ അംബാനി പോലെ സമ്പന്നനല്ല. और उनके आंखों के सामने अंबानी भी आमीन धनी नहीं है ऐसे वे कहते हैं। അവരുടെ അത്രയൊന്നും എനിക്കില്ലല്ലോ, അപ്പൊ പിന്നെ ഞാനും സമ്പന്നനല്ലെന്നാ വിചാരിക്കുന്നത്. और वे इस प्रकार से सोचते हैं कि उनके उतना तो धन इनके पास नहीं है, इसलिए ये भी कोई आमीन धनी अनुभव में नहीं अपने आप को गिनते हैं। ഞാൻ പറഞ്ഞു വന്നതിന് താല്പര്യം, ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടിയുള്ളതല്ല, ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. मेरा कहने का तात्पर्य इतना ही है कि परमेश्वर ने जो बातों को हमको बताया है वो केवल प्रचार करने के लिए नहीं परंतु वो हमारे जीवन में कर दिखाने के लिए भी हैं। നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്താ? കർത്താവ് ചോദിക്കുക, ചോദ്യമാ അവിടെ കാണുന്നത്. और हमने पढ़े हुए जो कुंजी वचन है वहां पर हमने देखा कि वहां पे लोग आमीन परमेश्वर को हे प्रभु कहते हैं परंतु वो जो कहने वाली बातें हैं उसे करना पसंद नहीं करते हैं। കർത്താവേ കർത്താവേ എന്ന് ഒത്തിരി വിളിച്ചില്ലെങ്കിലും കർത്താവ് പറയുന്നത് ചെയ്യാൻ മനസ്സുള്ളവരെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. और आमीन शायद आप हे प्रभु ज्यादा बोलता नहीं होगा परंतु प्रभु आमीन कहने वाली बातों को सुनकर करने वाला हो तो मैं आप लोगों को याद करते हुए परमेश्वर का स्तुति धन्यवाद करता हूँ। അടുത്ത താഴോട്ട് വായിക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത്, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം എങ്ങനെ ഇരിക്കുമെന്ന് പറയുകയാണ്. और उसके नीचे बोलते हुए यीशु मसीह कहता है कि मेरे इन वचनों को सुनकर करने वाला उस मनुष्य के समान होगा और उसके आगे बातों को वो कह रहा है।
കർത്താവിന്റെ വചനം കേട്ട് ചെയ്യുന്നവരെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യരോട് സദൃശനാകും. और परमेश्वर के वचन सुनकर अपने कार्यों को करने वाला वो व्यक्ति आमीन उस चट्टान पर नींव डालकर घर बनाने वाला उस व्यक्ति के समान ठहरेगा. ഇന്നത് കർത്താവ് തന്നെയാണെന്നാണ് തിരുവചനം പറയുന്നത്. और आमीन वचन हमें बताता है कि उसका आमीन सारा आमीन जो नींव है वो परमेश्वर ही ठहरता है. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാ പറയുന്നത്. यूहन्ना का सुसमाचार पहला अध्याय उसके पहले वचन को जब हम पढ़ते हैं तो वहां पर इस प्रकार से लिखा जाता है कि आदि में वचन था, वचन परमेश्वर के साथ था और वचन परमेश्वर था. വചനം ദൈവമാണ്, വചനത്തിന് നിന്നെ വിടുവിക്കാൻ കഴിയും. और वचन जो है वो परमेश्वर है और वचन जो है आपके परिस्थिति में से आपको छुड़ाने का सामर्थ्य रखता है. വചനം ദൈവമാണ്, വചനത്തിന് നിന്നെ വളർത്താൻ കഴിയും. वचन जो है वो परमेश्वर है तो वचन आपको आपके जीवन में बढ़ोतरी या विकास को लेकर आ सकता है. വചനം ദൈവമാണ്, ആ വചനത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. वचन परमेश्वर है तो वो वचन आपको अपने जीवन कार्य में आमीन को अपने सेवकाइयों में उपयोगी बना सकता है. യോഹന്നാന്റെ സുവിശേഷം 1:14 പറയാണ്, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. और यूहन्ना का ही सुसमाचार 1 का 16वें पद में हम इस प्रकार से पढ़ते हैं कि वचन देदारी होकर हमारे बीच में डेरा डाला और आमीन अनुग्रह और आमीन अनुग्रह को परिपूर्णता को उसने प्राप्त किया. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവം വചനമാണ്, വചനം ദൈവമാണ്. आज सुबह के समय में वचन हमें याद दिलाता है कि परमेश्वर वचन है और वचन जो है वो परमेश्वर है. ആ വചനം നമ്മൾ സ്വീകരിക്കുന്നെങ്കിൽ നമ്മുടെ അവസ്ഥയെ ദൈവം മാറ്റും. वो वचन जब हम स्वीकार करेंगे तो हमारी परिस्थिति को हमें वो बदल देता है. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്, आमीन पहली पत्रस की पत्री 2रा अध्याय उसके 2रे वचन में इस प्रकार से कहा जाता है, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. नए जन्मे हुए बच्चों के समान निर्मल आत्मिक दूध की लालसा करो. അവിടെ പറയുന്നു ഈ വചനം നിന്നെ വളർത്തുന്നതാണ്. वहां पर इस प्रकार से लिखा हुआ है कि ये वचन जो है आपके विकास में आपको मदद करता है. വചനം നിന്നെ തളർത്തുന്നതല്ല, വചനം നിന്നെ വളർത്തുന്നതാണ്. वचन जो है आपको कमजोर नहीं करता है परंतु वचन आपको आपके जीवन में बढ़ने में सहायता करती है. പലരും നിന്നെ തളർത്താൻ നോക്കുമ്പോൾ ഈ വചനം നിന്നെ വളർത്താൻ പര്യാപ്തമാണ്. और बहुत सारे लोग जब आपको आपके जीवन में कमजोर करने की कार्यों को और कोशिशों को करते हैं परंतु ये वचन जो है आपको बढ़ाने का कार्य करता है. ഇന്ന് പ്രഭാതത്തിൽ എവിടെയെല്ലാം നീ മുരടിച്ചു പോയോ അവിടെയെല്ലാം നിന്നെ വളർത്താൻ ശക്തമാണ് ഈ ദൈവത്തിന്റെ വചനം. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. आज सुबह के समय में आप जहां कहीं भी मुरझाए हुए स्थिति में हो वहां सब आपको आपके जीवन में आपको जगाने के लिए आपको उठाने के लिए वचन पर्याप्त है. ये बात को आप समझ लेना है. ഈ പ്രഭാതത്തിൽ ആരെല്ലാമാണ് നിന്നെ വളർത്താതിരിക്കാൻ നോക്കുന്നത്, ആരെല്ലാമാണ് നിന്നെ തളർത്താൻ നോക്കുന്നത്, അവിടെയെല്ലാം ഈ വചനം നിന്നെ വളർത്തും. വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आज सुबह के समय में जो भी आपको आमीन कमजोर कराने के लिए नष्ट कराने की कोशिश करता है वह सब जगह पर ये वचन आपको बढ़ाएगा, वो वचन आपको आगे चलने में मदद करेगा. ये वचन से हमें याद करना है. എവിടെ വരെയാണ് നീ വളരേണ്ടത്? എഫേസ്യർ 4:15 സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരണം.
हमें कहाँ तक बढ़ना है, इसके बारे में इफिसियों की पत्री 4 अध्याय में वचन इस प्रकार से कहता है कि सत्य में आमीन आमीन प्रेम के साथ सत्य की बातों को कहकर मसीह के उस सिर तक हमें बढ़ते चले जाना है। ഇന്ന് പകൽ വളർത്താൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. आज सुबह के समय में हमें विकास की ओर ले जाने वाला एक परमेश्वर की हम सेवा आराधना करते हैं, ये बात को हमें भूलना नहीं है। വചനത്തിന് അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യം എബ്രായ ലേഖനം 4:12. आमीन। वचन जो हमारे जीवन में कर पाने वाला दूसरी बात जो है इब्रानियों की पत्री 4 अध्याय उसके 12 पद में हम पढ़ते हैं, ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. परमेश्वर का वचन जीवित है। ഇന്ന് പകൽക്കാലം നീ എവിടെയെല്ലാം മരിച്ചിരിക്കുന്നോ അവിടെയെല്ലാം ജീവൻ തരാൻ ഈ വചനത്തിന് കഴിയും. आज सुबह के समय में आप जहां कहीं भी मरे हुए अनुभव में आप अपने आप को देख रहे हैं, उन सभी स्थानों में ये वचन आपके जीवन में जीवन प्रदान कर सकता है। നിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ നിർജീവമായിരിക്കുന്നെങ്കിൽ ഈ വചനത്തിന് നിനക്ക് ജീവൻ തരാൻ കഴിയും. आपके जीवन आपके शरीर में कोई और ऐसे भाग या अंग हो जहां पर हमें निर्जीव अवस्थाओं में आप देख पा रहे हैं, तो ये वचन जो है आपकी उस परिस्थिति को जीवन में ले आ सकता है। എന്റെ അതേ പ്രായം കഴിഞ്ഞു പോയി, എന്റെ ശരീരം നിർജീവമായി, എന്നാൽ ദൈവം പറഞ്ഞു നിന്റെ നിർജീവമായ ശരീരത്തെ സജീവമാക്കാൻ എന്റെ ശബ്ദത്തിന് കഴിയും. और आमीन, इस प्रकार से परमेश्वर के दास कहने लगा कि मेरा शरीर जो है आमीन उम्र हो चुका है, निर्जीव अवस्था में जा रहा है, परंतु परमेश्वर ने अपने वायदा को देखकर कहता है कि तेरी निर्जीव स्थिति को जीवन में बदल देने के लिए वो प्रभु का सामर्थ्य कार्य कर पाएगा। അബ്രഹാമിന്റെ സാറയുടെ ശാരീരിക അവസ്ഥ തുറന്നു ദൈവത്തോട് പറഞ്ഞു. और आमीन, वहां पर हम देखते हैं कि सारा की जो शारीरिक दशा है वहां पर वो खुलकर कहते हैं ഇനി ഇത് സജീവമാകാൻ സാധ്യതയില്ല. अब ये जो है आमीन एक आमीन आरोग्य स्थिति में आने के लिए इनकी अंदर संभावनाएं कम है। ഇനിയും അതേ ഒരു പുത്രോത്പാദന ശേഷി എന്റെ ജീവിതത്തിലില്ല. और अब एक पुत्र को उत्पन्न करने का एक आरोग्य या बल मेरे अंदर नहीं है। എന്റെ ശരീരം നിർജീവമായി പോയി. मेरा शरीर जो है वो निर्जीव अवस्थाओं में बदल गया है। എന്നാൽ വചനം നിന്നെ ജീവിപ്പിക്കുന്നതാണ്. परंतु याद रखना है कि वचन जो है आपके अंदर जीवन को उत्पन्न कराने वाला है। ഇതിനകത്തിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ശരീരം നിർജീവമാണോ, ആ ശരീരത്തെ സജീവമാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. और आज यहाँ पर बैठे हुए कईयों से पवित्र आत्मा ये बात को कहता है कि यदि आपके शरीर निर्जीव अवस्थाओं में बदल गया है तो उसी के अंदर जीवन को प्रदान करने के लिए वो परमेश्वर में सामर्थ्य है। ഈ വചനം ഇന്ന് പകൽക്കാലം ചിലരെ സൗഖ്യമാക്കുമെന്ന് ഞാൻ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുന്നു. मैं पूर्ण रीति से विश्वास करता हूँ कि ये वचन जो है अनेकों के जीवन में एक चंगाई को लेकर आएगा। ഞാനൊരു അനുഭവം നിങ്ങളോട് പറയാം. एक अनुभव जो है मैं आपके बीच में बोलना चाहता हूँ। തോമസും പാസ്റ്റർക്കൊക്കെ അറിയാം, ചില ആഴ്ചകൾക്ക് മുമ്പ് എന്റെ വൈഫിന് ശാരീരികമായ ചില പ്രയാസമുണ്ടായി. और थॉमसन पास्टर जानता है कि कई हफ्तों पहले मेरे पत्नी के अंदर एक शारीरिक दुर्बलता के कारण वे आमीन पीड़ित हो गई थी। ഞാന് എന്റെ വൈഫ് ഹോസ്പിറ്റലിൽ പോകുവാനിടയായി. और हमने मेरे पत्नी को लेकर जो है अस्पताल चले गए। അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ദിവസം അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയാനിടയായി. और उन्होंने इस प्रकार से वहां पर ले जाने के पश्चात कहता है कि उनको एक दिन एडमिट कराना होगा। അടുത്ത പ്രഭാതത്തിൽ ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞു. ഡിസ്ചാർജിന് വേണ്ടി ഞാൻ ഒരുങ്ങുമ്പോൾ
अगले दिन सवेरे जो है सुबह के बाद डिस्चार्ज होना है, इस प्रकार से कहने लगा। लेकिन हम जब डिस्चार्ज की तैयारियों को कर रहे थे, പ്രഭാതത്തിൽ ഷുഗറൊക്കെ പരിശോധിച്ചു, 220 മുകളിലേ ഉള്ളൂ. और सवेरे के समय में उन्होंने उनके डायबिटीज चेक करने के पश्चात देखे कि 220 के ऊपर वो चले गए हैं। എന്നാൽ അവര് ഡിസ്ചാർജിന് മുമ്പ് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. ആ സമയത്ത് ആള് സീരിയസ് ആയി മരണത്തോട് മല്ലിടുന്ന ഒരു സന്ദർഭം ഉണ്ടായി. और वो वहां से छुट्टी कराने से पहले उनके ऊपर एक इंजेक्शन दिए, परंतु वो इंजेक्शन से उनके शरीर की स्थिति बदल गई और वे एकदम मरने की हालत में पहुंच गई थी। ഷുഗർ 560 ആയി. उनका जो डायबिटीज जो था वो 560 तक पहुंच गया। എല്ലാം അത് ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ സംഭവിച്ച കാര്യമാണ്. और ये सब एक 10 मिनट के अंतराल में हुआ एक घटना ये है। 220 നിന്ന് 560 പോയി. 220 से उनका डायबिटीज 560 तक बढ़ गया। എന്നാൽ അവരെ പെട്ടെന്ന് ഐസിയുലേക്ക് മാറ്റുവാനിടയായി. और तुरंत उन्होंने जो है प्रभु के दास की पत्नी को आईसीयू में बदलने का तैयारियों को किया। ഞാൻ റൂമിലിരുന്ന് അല്പനേരം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കാനിടയായി. मैं उस हॉस्पिटल के कमरे में बैठकर थोड़ा समय प्रार्थना जब किया तो परमेश्वर की आत्मा ने मुझसे इस प्रकार से बातें की। ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. एक बहुत समय पहले मेडिकल कॉलेज में एक व्यक्ति के लिए प्रार्थना किया हुआ एक घटना मेरे मन के अंदर तुरंत ही मुझे याद आने लगा। മരിച്ചു പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് ആ കുഞ്ഞിന് സൗഖ്യം കൊടുത്തു. मर जाएगा ऐसे कहने वाली स्थिति में परमेश्वर ने उस बच्चे को चंगाई दिया था। ആ അനുഭവം എന്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വന്നു. और वो घटना तुरंत मेरे मन के अंदर मुझे याद आने लगी। എന്നോട് കർത്താവ് ചോദിച്ചു, നിനക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. मुझे परमेश्वर ने इस प्रकार से पूछा, क्या तेरे अंदर वो हिम्मत है? ഞാൻ പറഞ്ഞു ധൈര്യമുണ്ട്. ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഐസിയുവിന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, എന്റെ ഭാര്യയെ ഡിസ്ചാർജ് ചെയ്യണം. और मैंने परमेश्वर से कहा, हाँ मैं प्रभु हियाब रखता हूँ, और मैं अपने कमरे में से निकलकर आईसीयू के बाहर जाकर वहां से उनसे विनती करने लगा कि मेरे पत्नी को अभी के अभी डिस्चार्ज करना है। ഡോക്ടർമാര് പറഞ്ഞു, എഴുതി ഒപ്പിട്ട് തരാമെങ്കിൽ, സ്വയം കൊണ്ടുപോകുകയാണെന്ന് എഴുതി ഒപ്പിട്ട് തരാമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം. डॉक्टरों ने इस प्रकार से कहा कि आप यदि अपने स्वयं इच्छा पर उनको ले जा रहे हैं, ऐसे लिखकर हस्ताक्षर कर देंगे तो हम उनको छोड़ देंगे। ഞാൻ പറഞ്ഞു എഴുതി ഒപ്പിട്ട് തരാം. ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുക്കുവാനിടയായി. और मैंने उनसे कहा, हाँ मैं आपको लिखकर हस्ताक्षर करके दूंगा, और तुरंत मैंने वैसे कर दे भी दिया। ഞാൻ വാഹനമെടുത്ത് 2 പേരുടെ സഹായത്തോടെ വീൽ ചെയറിൽ എന്റെ ഭാര്യയെ കൊണ്ടുവന്ന് എന്റെ വണ്ടിയെ കയറ്റി വീട്ടിൽ കൊണ്ടുവന്നു. और मैंने अपने गाड़ी लेकर 2 लोगों की सहायता को मांगकर अपने पत्नी को गाड़ी में बैठाकर घर ले आ गया। ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. मैं घर ले आकर उनके लिए प्रार्थना करने लगे। ഞാൻ വചനം പറഞ്ഞു, വചനം വിടുവിക്കുന്നതാ. വചനം പറഞ്ഞു, മരണകരമായ എന്ത് കുടിച്ചാലും ഹാനി വരികയില്ല. और मैं वचन कहकर प्रार्थना करने लगा कि वचन में जैसे कहता है कि मरणहात जो भी पिएगा तेरे ऊपर कोई भी हानि नहीं होगी। ആ വചനം ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. और वो वचन जो है वो दोहरा कर मैं प्रार्थना करने लगा। എന്റെ ഭാര്യ പറഞ്ഞു, എനിക്ക് ബാത്റൂമിൽ പോകണം. मेरे पत्नी ने कहा कि उनको तुरंत जो है बाथरूम जाना है। ബാത്റൂമിൽ പോയി ശരീരത്തിൽ നിന്ന് കുറച്ച് അശുദ്ധികളൊക്കെ നീങ്ങി പോകാനിടയായി. और बाथरूम जाने के पश्चात उनके शरीर में से जो बातें थी, जो अशुद्ध बातें थी, वो सब चले गए। കൊടുത്ത ഇഞ്ചക്ഷൻ പോലും ഉദരത്തിൽ കൂടെ പുറത്തു പോയി. और दिया हुआ जो इंजेक्शन था उनके शरीर से वो बाहर निकल गया। ഞാന് ആ ഇഞ്ചക്ഷൻ കൊടുത്ത സമയം കാണുമ്പോൾ തലയൊക്കെ ഡബിൾ ആയി, ശരീരം മൊത്തം ഡബിൾ ആയി, സ്തോത്രം, നീര് വെച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് കാണുന്നത്.
और जब इंजेक्शन देने के पश्चात मैंने जब देखा था तो उनका सिर और उनका शरीर सब मोटा हो गया। ऐसे अनुभव में मैंने उनको देखे। എന്നാൽ കർത്താവ് പൂർണ്ണമായി വിടുവിക്കുവാനിടയായി. परंतु परमेश्वर जो है उनको पूर्ण रीति से चंगाई देने के लिए सहायता किया। ഞാൻ പറഞ്ഞത് നിർജീവമായതിനെ സജീവമാക്കാൻ ഈ വചനത്തിന് കഴിയും. मेरा कहने का तात्पर्य यही है कि निर्जीव अवस्थाओं को जीवन में बदलने के लिए ये वचन से संभव हो सकता है। ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വിശ്വസിച്ചാലും നിങ്ങൾ വിശ്വസിച്ചാലും ഈ വചനത്തിന് നിങ്ങളെയും ജീവൻ തന്ന് സൗഖ്യം തന്ന് നടത്തുവാൻ കഴിയും. आज सवेरे के समय में चाहे मैं विश्वास करूं या आप विश्वास करें, ये वचन को आपके और मेरे जीवन में चंगाई देकर छुटकारा देने के लिए वचन से वो संभव है। കാരണം വചനം ജീവനുള്ളതാണ്. कारण वचन जीवित है। കാരണം വചനം ദൈവമാണ്. कारण वचन जो है वो परमेश्वर है। എബ്രായ ലേഖനം 4:2 ഇങ്ങനെയാ കാണുന്നത്. इब्रानियों की पत्री 4 अध्याय 2 आयत में इस प्रकार से कहते हैं, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ്ക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. वचन कहता है, क्योंकि हमें उन्हीं की तरह सुसमाचार सुनाया गया है, पर सुने हुए वचन से उन्हें कुछ लाभ न हुआ, क्योंकि सुनने वालों के मन में विश्वास के साथ नहीं बैठा। ഈ വചനം ഞാൻ ഒത്തിരി കേട്ടതാ, ഞാൻ ഒത്തിരി വായിച്ചതാ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല. ये वचन मैंने बहुत पढ़ा है, मैंने बहुत सुना है, ऐसे बोलकर यदि आप बैठे हुए हैं तो ये वचन से आपके जीवन में कोई लाभ नहीं होगा। എന്നാൽ ഈ വചനം ഇന്നു പകൽ വിശ്വസിക്കാൻ തയ്യാറായാൽ അത് നിങ്ങൾക്ക് ഉപകാരമായി മാറും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. परंतु ये वचन यदि आज सवेरे के समय आप विश्वास करने के लिए तैयार होते हैं तो ये वचन से आपके जीवन में बहुत सारा फर्क को आप अपने जीवन में देख पाएंगे। കർത്താവ് പറഞ്ഞ വചനം അനുസരിക്കാൻ തയ്യാറാണോ? നിന്നെ സൗഖ്യമാക്കാൻ, നിന്റെ നിർജീവമായ ശാരീരിക അവയവങ്ങളെ സജീവമാക്കാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. परमेश्वर ने कहा हुआ वचन को यदि आप विश्वास करने के लिए तैयार होते हैं तो आपके जीवन के निर्जीव अवस्थाओं को जीवन में बदल लेने के लिए ये वचन के अंदर वो सामर्थ्य परमेश्वर ने रखा हुआ है। യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. और यीशु मसीह के नाम से ऐसा ही होने दे। ഇപ്പോൾ കേൾക്കുന്നവരിൽ മാത്രമല്ല, പിന്നത്തേതിൽ ഈ വചനം കേൾക്കുന്നവർക്കും ഈ വചനം ഉപകാരമായി വരട്ടെ, സൗഖ്യമായി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. और अब केवल सुनने वालों के जीवन में नहीं, इसके बाद भी जो लोग वचन को सुनेंगे और वचन को सीखेंगे उनके जीवन में भी यीशु के नाम से ये वचन जो है एक बड़े आशीष और छुटकारे का कार्य करने के लिए मैं आज्ञा देता हूं। കാരണം ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഈ വചനം ജീവനുള്ളതാണ്. कारण प्रभु का वचन इस प्रकार से कहता है कि परमेश्वर का वचन के अंदर जीवन है। ഈ പ്രഭാതത്തിൽ അത് എന്നെയും നിങ്ങളെയും ജീവിപ്പിക്കുന്ന വചനമാണ്. आज सवेरे के समय में मुझे और आपको ये वचन जो है वो जीवन कराने वाला है। രണ്ട്, ചൈതന്യമുള്ള വചനമാണ്. और ये वचन जो हमारे अंदर परमेश्वर का वो सामर्थ्य को लेकर आता है। ഈ വചനത്തിന് നിന്റെ മുഖത്തിന്റെ ഭാവം മാറ്റാൻ കഴിയും. ये वचन जो है आपके चेहरे की जो रोशनी है उसे बदल सकता है। നീ ചൈതന്യം നഷ്ടപ്പെട്ടവളാണോ, ചൈതന്യം നഷ്ടപ്പെട്ടവനാണോ? ഈ വചനത്തിന് നിനക്ക് ചൈതന്യം നൽകാൻ കഴിയും. आप परमेश्वर का प्रसन्नता को नष्ट किया हुआ एक व्यक्ति हो तो ये वचन आप में वो प्रभु की प्रसन्नता को वो ज्योति को वो लेकर आ सकता है। യാക്കോബിന്റെ ജീവിതത്തിൽ ചൈതന്യം നഷ്ടപ്പെട്ടു. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, സ്തോത്രം, അവന്റെ തലമുറയെ നഷ്ടപ്പെടുവാനിടയായി. याकूब के जीवन में जो है परमेश्वर का जो
प्रसन्नता या ज्योति नष्ट हो गया, उसका कारण और कुछ नहीं था, उसने अपने आमीन जो संतान है उसे खो दिया था। ആ മകനെ താൻ അധികം സ്നേഹിച്ചതാണ്. और उस बेटे को याकूब ने अपने जीवन में अधिक प्रेम किया हुआ था। ആ സ്നേഹിച്ച മകൻ മരിച്ചു എന്നാണ് യാക്കോബ് അത് ചിന്തിച്ചിരിക്കുന്നത്. और याकूब ने ये विश्वास कर बैठा है कि जिस बेटे से वो प्रेम रखा है वो बेटा अब नहीं रहे। എന്നാൽ പിന്നത്തേതിൽ യോസേപ്പ് അയച്ച രഥം കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു. परंतु आखिरी में हम वचनों में देखते हैं, जब यूसुफ के द्वारा भेजा हुआ रथ को जब उसने देखा तो उसके चेहरे की जो रोशनी है वो लौट कर आ गई। നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ചൈതന്യം നഷ്ടപ്പെടും. कई बार हमारे जीवन में जब हमें नुकसान हमें हमें सामना करना पड़ता है तो हमारे अंदर की जो रोशनी और ये जो प्रसन्नता है वो नष्ट हो जाती है। എന്നാൽ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടിട്ടില്ല, ഇപ്പോഴും ഉണ്ടെന്നറിയുമ്പോൾ നഷ്ടപ്പെട്ട ചൈതന്യം മടങ്ങി വരും. परंतु नष्ट हुए जो भी बातें हैं अभी भी हमें नष्ट नहीं हुआ है, वास्तविकता में ये जब बात को हम समझ जाएंगे तो हमारे अंदर वो हमें परमेश्वर का प्रसन्नता लौट कर आती है। ചില ജീവിതങ്ങളോട് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ നഷ്ടങ്ങളെ മാറ്റി, നിന്റെ മുഖഭാവത്തെ മാറ്റി, നിന്റെ സ്വഭാവത്തെ മാറ്റി നിനക്ക് ചൈതന്യം നൽകാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. आज सवेरे के समय में कई प्रभु के लोगों से परमेश्वर की आत्मा ये बात को कहता है कि आपके जीवन में जो नष्ट हुए हैं उसे हटाकर आपके चेहरे की जो आमीन प्रसन्नता जो नष्ट हुआ है उसे बदलकर परमेश्वर अपने आमीन प्रसन्नता से ज्योति से आपको भरने वाला समय है, ये प्रभु की आत्मा में याद दिलाता है। ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം പഠിക്കുമ്പോ അവിടെ ഒരു മനുഷ്യനെ കാണാം. അവൻ ഒരു വലിയ യുദ്ധം ചെയ്ത് ക്ഷീണിച്ചിരിക്കുക, പക്ഷെ കുടിക്കാൻ വെള്ളമില്ല, ചൈതന്യമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുക. എന്നാൽ അത് വചനം പറയുന്നു, അത് അതിന്റെ അവസാന ഭാഗങ്ങളിൽ അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ചു. और न्यायों के पुस्तक उसके 15वें आयत अध्याय को जब हम पढ़ते हैं तो वहां पर एक व्यक्ति को हम देखते हैं कि वो युद्ध करते हुए थके हुए अनुभव में है। थकने का कारण क्या है पूछे तो उसे पीने के लिए पानी नहीं मिला था, परंतु जब उसे पानी प्राप्त होकर जब वो पीकर तृप्त होते हैं तो नष्ट हुआ जो आमीन जो खुशी है जो सामर्थ्य है वो उसके अंदर लौट कर आता है। നിന്റെ ജീവിതത്തിൽ ശാരീരികമായി പലപ്പോഴും ക്ഷീണിച്ചിരിക്കുകയാണോ? ഇന്ന് പകൽ ഈ വചനം കുടിച്ച് ചൈതന്യം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് ബുദ്ധിപദേശിക്കുകയാണ്. आज आपके जीवन में शारीरिक रीति से आप अपने आरोग्य को और प्रसन्नता को खोए हुए अनुभव है तो आज प्रभु की आत्मा आपको ये बात को समझाता है कि ये वचन को पीकर आप अपने जीवन में वो सामर्थ्य को पुनर्प्राप्त करें। കാരണം വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം ചൈതന്യമുള്ളതാണ്. कारण वचन हमें बात को बताता है कि परमेश्वर का वचन जो है वो हमें प्रसन्नता से परिपूर्णता से भरा हुआ है। മൂന്നാമത് പറയുന്നു, ഈ വചനം ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. तीसरा प्रभु का वचन ये बात को याद दिलाता है कि ये वचन जो है वो दो धारी तलवार से अधिक चौका है, आमीन किसी को भी वो आमीन चीर फाड़ सकता है। ആകയാൽ ഈ വചനം നിനക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാൻ പര്യാപ്തമായ വചനമാണ്. हमें इसलिए याद रखना है कि ये वचन से कुछ कार्यों को आप अपने जीवन में कर सके, इतना पर्याप्त सामर्थ्य उसमें है। ഇത് ഇരുവായ്ത്തലയുള്ള വാളാണ്. और ये दो धारी तलवार है। ये എഫേസ്യ ലേഖനം 6:17 പറയുന്നു, इफिसियों की पत्री 6:17 में इस प्रकार से कहा जाता है, രക്ഷ എന്ന ശിരസ്ത്രവും उद्धार का और टोपी पहनकर ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും.
और आत्मा की तलवार जो परमेश्वर का वचन है, ഈ വചനം ഒരു വാളാണ് എന്ന് തിരുവെഴുത്ത് പറയുകയാ. तो वचन हमें याद दिलाता है कि ये जो वचन जो है एक तलवार के समान है. ഒരു സാധാരണ വാളല്ല, ഇരുവായ്ത്തലയുള്ള വാളാണ്. മറ്റേത് വാളിനേക്കാളും മൂർച്ചയുള്ള വാളാണ്. और ये एक साधारण सा तलवार नहीं है. वचन बताता है कि ये दो धारी तलवार है और ये बहुत चौका है. ഈ വാള് നിനക്കെതിരെ വരുന്ന സകല ശക്തികളെയും തകർക്കാൻ ഈ വാള് ഉപയോഗിക്കാൻ നിനക്ക് കഴിയും. और ये आमीन तलवार के द्वारा आपके खिलाफ आने वाले कोई भी शक्ति क्यों ना हो, उसे मार गिराने का सामर्थ्य इसमें है. ഇന്ന് പ്രഭാതത്തിൽ പോരാട്ടമെന്നോ പ്രതിസന്ധിയെന്നോ അതെ പ്രതികൂലമെന്ന് പറഞ്ഞോ ഇരിക്കുന്ന ദൈവപൈതലോട് ദൈവം പറയുക, ഈ വാള് നീ കൈകളിൽ എടുക്ക. आज सवेरे के समय में आपके जीवन में मुश्किलें हैं या आमीन किसी भी प्रकार का रुकावट है, ऐसे कहने वाले लोगों से प्रभु की आत्मा याद दिलाता है कि ये वचन रूपी तलवार आप अपने हाथों में ले ले. ഇന്ന് പകൽ നിനക്ക് വിടുതൽ തരുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. आज सवेरे के समय आपको छुटकारा देने के लिए वचन के अंदर वो सामर्थ्य छिपा हुआ है. ഈ വചനം നിന്റെ എതിരാളിയെ തകർക്കാൻ പര്യാപ്തമായ വചനമാണ്. और ये वचन जो है आपके विरोधी को खत्म करने के लिए ये पर्याप्त है. ഈ വചനം ഇന്ന് പകൽ നീ ഉപയോഗിക്കാൻ തയ്യാറായാൽ നിന്റെ സകല ശത്രു പരാജയപ്പെടും. आज सुबह आमीन सुबह के समय से ये वचन को आप उपयोग करने के लिए तैयार होते हैं तो आपके खिलाफ उठने वाले सारे शत्रुओं को ये खत्म कर सकता है. ഈ വചനമാണെന്ന വാളുകൊണ്ട് നിനക്ക് ഒരു വിജയം ഏറ്റെടുക്കാൻ കഴിയും. ये वचन रूपी तलवार से आप अपने जीवन में एक जय को आप प्राप्त कर पाएंगे. ഈ വചനം കൊണ്ട് നിനക്ക് ദേശത്തിന് നടുവിൽ ഒരു വിടുതൽ കാണാൻ കഴിയും. और ये वचन के द्वारा आप अपने देश के बीच में परमेश्वर का एक बड़ा छुटकारे को आप अपने जीवन में देख पाएंगे. നിനക്കെതിരെ ഉണ്ടാക്കുന്ന സകല ശത്രുവിന്റെ പദ്ധതികളെയും തകർക്കാൻ ഈ വചനമെന്ന വാളിന് കഴിയും. आपके खिलाफ में आमीन जो भी शैतान का जो कार्य शैतान जो करता है उसी को खत्म करने के लिए ये वचन रूपी तलवार से आप कार्यों को कर सकते हैं. ഇത് നീ ഉപയോഗിക്കാൻ തയ്യാറാണോ? क्या आप इसे उपयोग करने के लिए तैयार हैं? ഇത് നീ ചെയ്യാൻ തയ്യാറാണോ? क्या आप ऐसे करने के लिए तैयार हैं? ഒരു വിടുതൽ തരാൻ ദൈവശക്തനാണ്. एक छुटकारा देने के लिए वो परमेश्वर सामर्थी हैं. വായിച്ച കുറിവാക്യത്തിലേക്ക് വന്ന് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. आमीन. अपने पढ़े हुए कुंजी वचन की ओर आकर मैं अपने शब्दों को समाप्त करना चाहता हूँ. വചനം നിന്റെ പ്രതിസന്ധികളിൽ നിന്നെ നിലനിർത്തുന്നതാണ്. ओ वचन जो है आपके जीवन में आने वाली मुश्किलों के समय में आपको स्थिर बना कर रखता है. നിനക്കെതിരെ വരുന്ന വെള്ളപ്പൊക്കത്തെ തടയാൻ, आपके विरोध में उठ के आने वाले उन जल की धाराओं को रोकने के लिए, നിന്റെ വീടിനോടടിക്കുന്ന ഒഴുക്കിനെ തടയാൻ, आपके घर की ओर बहने वाली उन धाराओं को रोकने के लिए ഈ വചനം പര്യാപ്തമാണ് തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ये वचन पर्याप्त है ऐसे समझकर आमीन जानने वाले प्रभु के लोगों के लिए मैं प्रभु का धन्यवाद और स्तुति करता हूँ. ആകയാൽ ഈ വചനം കേട്ട് നമുക്ക് ചെയ്യാം. और आइए इन वचनों को सुनकर उसी के अनुसार हम कार्यों को करें. അങ്ങനെയെങ്കിൽ വരുന്ന ഒഴുക്കുകളെ വചനം തടയും. ऐसा है तो हमारे विरोध में उठकर आने वाले उस बहाव को परमेश्वर रोकेगा. എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് വിശദമായി പറയണമെന്ന് ആഗ്രഹമുണ്ട്. സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. इसी के विषय में और विस्तारित रूप से कुछ और बातों को कहने का इच्छा तो है, परंतु समय के अभाव के कारण मैं समाप्त करता हूँ. വചനം കേൾക്കുന്നവരായി മാത്രം ഇരിക്കാതെ केवल वचन सुनने वाला बनकर ना बैठे, അത് ചെയ്യുന്നവരായിരിക്കാൻ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. वचन के अनुसार कार्यों को करने वाला भी बनने के लिए प्रभु हमें अनुग्रह देने पाए. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. इन वचनों के द्वारा प्रभु हम सभी को अनुग्रह और आशीष दे.
അമ്മയാനിച്ച ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ട്രാൻസ്ലേഷൻ ചെയ്ത ദൈവദാസന് നന്ദി പറയുന്നു. കർത്താവേ അവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.